അതിന് റാഗിംഗ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ എന്താന്നൊക്കെ അങ്ങനെ റാഗിംഗ് ആയിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് സിനിമ ഏതെന്ന് പോലും അറിയില്ല. കഴിഞ്ഞ ദിവസേ ഞാനൊരു സിനിമന്റെ ഇത് കഴിഞ്ഞിട്ട് ഏതൊക്കെയോ സിനിമ ഡബ് ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ വിളിച്ചിട്ട് എടാ എന്താണ് ഡബ് ചെയ്യണ്ടേ, ബാക്കി പൈസ സെറ്റ് ചെയ്യണ്ടേ. ചേട്ടാ കഴിഞ്ഞ ദിവസം റിലീസ് ആയി പോയല്ലോ. ഓക്കെ സോറി. അതുകൊണ്ട് എനിക്ക് ഓർമ്മയിൽ നമ്മളെപ്പോഴാണ് അതെനിക്ക് മനസ്സിലായി. അല്ല ഞങ്ങളെപ്പോഴാ ഇല്ലില്ല, ഞാൻ ഫസ്റ്റ് ദിവസം അഭിനയിക്കാൻ വന്നപ്പോ എനിക്ക് ഭയങ്കര നെർവസ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഈ ചേട്ടനെ കണ്ടപ്പം അഭിനയിക്കാൻ പറ്റില്ല. കണ്ടെനിക്ക് ആ സെക്കൻഡ് ഫസ്റ്റ് ദിവസം അത് ചേട്ടനായിട്ടുള്ള ഫസ്റ്റ് ദിവസം. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇങ്ങനെ ചിരി വരാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പം എന്താണ് ഞാൻ ഇടയിൽ ഡയലോഗ് തെറ്റിച്ചു. എനിക്ക് ഈ ഇങ്ങനെ നോക്കി നിൽക്കും, എനിക്ക് കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ സോറി ചേട്ടാ ഒന്നുകൂടെ ഇറക്കി. അപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യണത് ഒരു ബിഗിനർ എന്നുള്ളതിലേക്ക് ഒരു സീനിയർ ആക്ടർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല കുഴപ്പമില്ല ഒന്നുകൂടെ ഇങ്ങനെ പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്ത്. അപ്പൊ ചേട്ടൻ എൻ്റെ അടുത്ത് ശേ മോശമായിപ്പോയി, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തും ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യുന്നതിന് അങ്ങനെ പറഞ്ഞു. അടിച്ചു ടീച്ചേഴ്സിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നു. എന്റെ അച്ഛൻ്റെ അടുത്തല്ല, ചേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത്. എന്റെ അങ്ങനെ തന്നെ പറഞ്ഞത്. എന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോലും ഇല്ല. സോറി, നേരെ തിരിച്ച് അച്ഛൻ എന്നോട് ചേട്ടൻ ഇതൊന്നും അറിയുന്നില്ലേ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നത് ഇല്ല. അല്ല ഞങ്ങൾ തമ്മിലുള്ള ഫസ്റ്റ് സീൻ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാണിനെ പഠിപ്പിക്കാൻ തന്നെ 3-4 പേരാണ് ഒരു അറ്റ് എ ടൈം. ഞാൻ ഇവന്മാരുടെ ഇടയിൽ പോയിട്ടാണ് എനിക്ക് സംസാരിക്കുന്നത്. ചുറ്റും 4 പേര് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് റാണി ഇങ്ങനെ ചെയ് അങ്ങനെ ചെയ് 4 പേരുണ്ട് ചുറ്റും ഒന്ന് പഠിപ്പിക്കും അല്ലേ? സത്യമല്ലേ? ഡയലോഗ് പഠിപ്പിക്കാൻ അതിന് ചെയ്യാൻ റാണി ഇങ്ങോട്ട് വരൂ, എല്ലാം ട്രെയിനിങ് ആണ്. ഈ 4 പേര് വിടുന്നില്ല. 4 പേരെ താണ്ടി വേണം എത്താൻ. അങ്ങനെ പഠിപ്പിച്ചിട്ട് ഇവള് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെയല്ല. സത്യമായിട്ട് ഈ ചേട്ടനെ കണ്ടപ്പോ ഫുൾ തെറ്റിപ്പോയതാ. ചേട്ടനെ കണ്ടിട്ട് ബാക്കി പറയാൻ പറ്റില്ല. തമാശയായിട്ടാണോ? അതെ, എനിക്ക് ഇന്റർവ്യൂ കണ്ടിട്ട് ഇത് മൈൻഡിൽ കിടക്കണോണ്ട് ഇങ്ങനെ നോക്കുമ്പോ ഭയങ്കരമായിട്ട് ഇന്റർവ്യൂകളിലൂടെ ഞാൻ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോ മുഴുവൻ ആ ഇന്റർവ്യൂകൾ. പക്ഷെ ഞാൻ ജോലിയിൽ വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് തീർത്തിട്ട് അടുത്ത പടത്തിന് പോകണം, അടുത്ത ഇന്റർവ്യൂ കൊടുക്കണം എന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത അങ്ങനെ പറഞ്ഞു.